അപ്പോൾ ജിഷ, അപ്പം നമ്മൾ വീണ്ടും കല്ലിൻ്റെ കേന്ദ്രത്തിലെത്തിയില്ലേ? അപ്പം നമ്മൾ മുന്നേ വന്നിട്ടുണ്ടായിരുന്ന കൂത്തുപറമ്പുള്ള ശിലശില്പിൻ്റെ ഒരു ഫാക്ടറിയിലാണ് അല്ലേ? എങ്ങനെയുണ്ട്? അന്ന് ഒരുപാട് കല്ലുണ്ടായിരുന്നു അല്ലേ? ഒരുപാട് കല്ലുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ പുതിയത് വന്നുകൊണ്ട് കിടക്കുക, ഇറക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് കേട്ടോ കല്ല്, പുതിയ വന്ന കല്ലിൻ്റെ ഒരു 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 ക്വാളിറ്റി ഒന്ന് കണ്ടാളി, കറക്റ്റായിട്ടൊന്ന് കണ്ടാളി. അടിപൊളി കല്ലുകളാണ്. ഇപ്പോൾ ആ വന്നുകൊണ്ടിരിക്കുന്ന കല്ലൊക്കെ ഉണ്ടല്ലോ, 60-65 രൂപേൻ്റെ കല്ലാട്ടോ ഇറക്കിക്കൊണ്ടിരിക്കണേ. അപ്പോൾ അതാ ഇപ്പോഴത്തെ കുറേ കല്ല് ഇവിടെ വന്നുകൊണ്ട്, ഇനിയിപ്പോൾ ഇവിടെയൊക്കെ കല്ലെന്നറിയാം. ഇപ്പോൾ മഴ പെയ്തുകൊണ്ട് തന്നെ നല്ല കല്ല്, മേപ്പാറ കല്ല് കിട്ടുന്ന സമയമാണ്. അപ്പോൾ ഇവിടെയൊക്കെ സ്റ്റോക്കാക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു കല്ല് ജസ്റ്റ് ഇറക്കണ കല്ലൊന്ന് കാണാം. നമ്മളൊരു പ്രത്യേകത എന്ന് പറയുന്നത്, നമ്മൾ ഈ ഫീൽഡിൽ 25 വർഷമായിട്ടുണ്ട്. ഉണ്ട്, അതെ. എൻ്റെ അനുജനാണ് പ്രതീഷ്. അതെ. അപ്പോൾ ഈ ചെങ്കലിൻ്റെ ഏത് വർക്കിനെ പറ്റി കണ്ണൂർ വന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യം കേൾക്കുന്ന പേരാണ് പ്രതീഷിൻ്റെത്. അതെ അതെ. പിന്നെ നമ്മളെ വർക്ക് പറയുകയാണെങ്കിൽ കണ്ണൂർ ഇന്റർനാഷണൽ എയർപോർട്ട് നമ്മുടെ വർക്കാണ്. അതെ. വിസ്മയ പാർക്ക്, അതെ, അമ്യൂസ്മെന്റ് പാർക്ക്, പറശ്ശിനിക്കടവ്. അത് ഏകദേശം ഒരു 1.5 ലക്ഷം കല്ലിന്റെ വർക്കാണ്. അന്ന് ഞങ്ങൾ കൈകൊണ്ട് ചെത്തി ചെയ്തതാണല്ലേ? അന്ന് ഇത്രയും മിഷനറി ഒന്നും വന്നിട്ടില്ലല്ലേ? പിന്നെ ഡിസൈനിന്റെ മേഖലയിലും നമുക്ക് നല്ല എക്സ്പീരിയൻസ് ആയിട്ടുള്ള ക്രാഫ്റ്റേഴ്സ് ഉണ്ട്. ഈ മേഖലയിൽ നമുക്ക് എന്ത് വേണമെങ്കിൽ ചെയ്യാം, ചെയ്ത് കൊടുക്കാം. അതുപോലെ നമ്മളെ ജ്വല്ലറി, മറ്റേ കുഞ്ഞിക്കണ്ണ ജ്വല്ലറി, റിസോർട്ട്, അത് നിങ്ങൾ ചെയ്തില്ല? അത് ഞങ്ങൾ വീഡിയോ ചെയ്ത്, അത് ഗംഭീര വർക്ക് കേട്ടോ. അത് വീഡിയോ കണ്ടവരുണ്ടായിരിക്കും. അതുമാതിരി നമുക്ക് അങ്ങനെയുള്ള ഒരു 5 സ്റ്റാർ മാതിരിയുള്ള ഹോട്ടലുകളുടെ വർക്ക്, പിന്നെ റിസോർട്ടുകൾ, മ്യൂസിയം, അതിനൊക്കെയുള്ള വർക്കേഴ്സും അതിന്റെ പിന്നെ എക്സ്പീരിയൻസ് വർക്കേഴ്സും ക്രാഫ്റ്റേഴ്സും നമ്മുടെ കയ്യിലുണ്ട്. ഇപ്പൊ 2-3 ഫാക്ടറി നമുക്കുണ്ട്. അതിലൊരു ഫാക്ടറിയിലാണ് ഇപ്പൊ ഞങ്ങളുള്ളത്. ഇതിന് മുന്നേ നമ്മൾ 2 ഫാക്ടറി ഞങ്ങൾ കാണിച്ചിട്ടുണ്ട്. ബ്രോത് എത്ര കല്ലാ വരുന്നേ? 400 കല്ല്. 400 കല്ല്. ഇത് നമ്മളെ കണ്ണൂർ, ഇത് എവിടെ, ഏതാ കോറി, എവിടെ വരുന്ന സ്ഥലം? ഊരത്തൂർ എന്ന് പറയുന്ന സ്ഥലം. ഒരുപാട് ദൂരട്ടാ. പിന്നെ അപ്പൊ ഈ ഒരു കമ്പനിക്ക്, അതായത് ടൈലിന് വേണ്ടി വരുന്ന കല്ല് സ്പെഷ്യൽ കല്ലല്ലേ? സ്പെഷ്യൽ കല്ല്, ടൈലിനായിട്ട് ഉള്ളത് നല്ല കല്ല്. ഇതിന് വില കൂടുമോ? വില കൂടുതൽ. ഇവിടെ ഇറക്കുമ്പോ 60 റേറ്റ് ആവും. ഇവിടെ ഇറക്കുമ്പോ 60 കൂടുതൽ വരും അല്ലേ? കൂടുതൽ വരും. ഓക്കെ. അപ്പൊ ക്വാളിറ്റി അനുസരിച്ച് വില മാറും. വില മാറും. വിലയിൽ മാറ്റം വരും. ഇത് 35 രൂപേന്റെ കല്ല് കിട്ടാണ്ടല്ലേ? 35 രൂപേന്റെ കല്ല് കിട്ടാണ്ട്, 60 രൂപേന്റെ കല്ല് കിട്ടാണ്ട്. അപ്പൊ 60 രൂപേന്റെ കല്ലാണ് ഈ കാണുന്നത് കേട്ടോ. അപ്പൊ ഈ ഇറക്കിക്കൊണ്ടിരിക്കണ ഈ ഒരു കല്ല് കണ്ടല്ലോ, അടിപൊളി സൂപ്പർ കല്ല് എന്ന് പറഞ്ഞാൽ, ഈ ഒരു കല്ലൊന്നും നമുക്ക് സാധാരണ നമ്മളെ വീട് പണിക്കൊന്നും ഈ കല്ല് പോകില്ല അല്ലേ? അത്രയും വില കൊടുത്ത് ആരും വാങ്ങൂല. ഇത് നമ്മളെ ടൈലിന് വേണ്ടിയിട്ട് വരുന്ന കല്ലാണ്. 400 കല്ല് ഇവിടെ ഇറക്കിക്കൊണ്ടിരിക്കാണ്. അപ്പൊ അവിടെയൊക്കെ കല്ല് ഇനി സ്റ്റോക്ക് ആക്കാൻ പോകട്ടോ. അവിടെയൊക്കെ ഫുള്ളായിട്ട് ഇറക്കുക. അന്ന് നമ്മൾ വന്ന സമയത്തില്ല ഈശ, അവിടെയൊക്കെ കല്ലായിരുന്നു. അതൊക്കെ ടൈലായി പോയി കഴിഞ്ഞ് ഇപ്പൊ വന്ന കല്ലുകൊണ്ടാണ് ഇപ്പൊ ഇവിടെ ടൈൽ അടിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പൊ നമുക്ക് ഈ കല്ലുകൊണ്ട് അടിച്ച ടൈലുകൾ ഒന്ന് കാണാം. ഇതെന്താ അറിയോ, ഇത് ഫിനിഷ് ചെയ്ത കല്ല്. ഹായ് ബ്രോ, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖല്ലേ? അപ്പൊ നമ്മൾ വീണ്ടും എത്തിയിട്ടുണ്ട്. അപ്പൊ ഇവിടെ കുറെ പുതിയ കല്ലുകളൊക്കെ ഇറങ്ങിയിട്ടുണ്ട് പറയുമ്പോ. ഹായ്, നമസ്കാരം. അപ്പോൾ ഇതാരാന്നറിയോ? ഇത് നമ്മളെ പ്രതീക്ഷേട്ടൻ്റെ ഏട്ടനാണ്. എന്താ പേരെന്താ? പ്രകാശൻ. അപ്പോൾ നിങ്ങളാണ് ഇവിടുത്തെ ഇൻചാർജ് അല്ലേ? നിങ്ങളാണ് നോക്കുന്നത് അല്ലേ? സുജീഷാണ്. സുജീഷ് നമ്മളെ കഴിഞ്ഞ വീഡിയോയിൽ ഇവിടെ ഉണ്ടായിരുന്നു, ഞങ്ങൾ പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ സുജീഷ, ഇതെന്താ ഈ കല്ലൊക്കെ ഇവിടെ അടിക്കലുണ്ടോ? ഫിനിഷ് ചെയ്ത കല്ല്? സ്പെഷ്യലായി ഓർഡർ വന്നപ്പോൾ. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്താ പറയുക, നമ്മളിവിടെ വരാനുള്ള കാരണം എന്താ അറിയോ? ഏറ്റവും വില കുറഞ്ഞ് നമ്മളെ ഗ്ലാഡിങ് ടൈൽ കിട്ടുന്ന സ്ഥലം ഇവിടെയാണ് അല്ലേ? കേരളത്തിൽ ഏറ്റവും വില കുറഞ്ഞ്. കാരണം ഇവിടെ പ്രൊഡക്ഷൻ നടക്കുകയാണ്. ഇവിടെ നിന്നാണ് നമുക്ക് വേറെ സ്ഥലങ്ങളിൽ നിന്നൊക്കെ, നിങ്ങൾക്ക് വേറെ സ്ഥലങ്ങളിൽ നിന്നൊക്കെ വാങ്ങാൻ കിട്ടും. പക്ഷേ ഇതുപോലുള്ള സ്ഥലങ്ങളിൽ നിന്ന് കൊണ്ടുവെക്കുന്ന സാധനങ്ങളാണ്. നിങ്ങൾക്ക് ഇവിടുന്ന് നേരിട്ട് ഓർഡർ ചെയ്താൽ നിങ്ങളെ സൈറ്റിലേക്ക് എത്തിച്ചേരും കേട്ടോ. ഇതാ ഇപ്പം അടിച്ചു ഇപ്പോൾ ഇവർ ചായ കുടിക്കാൻ വേണ്ടി നിർത്തിയതാണ്. അതിന് മുന്നേ അടിച്ചു വെച്ചിട്ടുള്ള കല്ലിൻ്റെ ഒരു ക്വാളിറ്റി ഒന്ന് കണ്ടാളേ. ഇതെന്താ പറയുക, ഇത് ടൈലിന് വേണ്ടിയിട്ടുള്ളല്ലേ? ടൈലാക്കുന്നതിൻ്റെ മുന്നേ ഇതുപോലെ മട്ടന്മാര് കറക്റ്റാക്കി ഇതുപോലെ ഫിനിഷ് ചെയ്ത് വെക്കും. ഇതുമെന്ന് അരിഞ്ഞെടുക്കൂല. 3/4 ഇഞ്ച് കനത്തിൽ 8 കിട്ടൂലേ? 8 കല്ല് കിട്ടും. അപ്പോൾ ഇതൊക്കെയാണ് സംഭവം അല്ലേ? ഇതൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കാം നമുക്ക്. ഇതാണ് സ്റ്റോക്ക് ഇപ്പം അടിച്ചു വെച്ചേ അല്ലേ? അടിപൊളി. ഇത് 12 ഇതാണ് സാധാരണ ചുമരിന് ഒട്ടിക്കാൻ സാധാരണ പോണേ അല്ലേ? പിന്നെ വേറെ ഏതൊക്കെ സൈസ് വരുന്നത്? 12.6 7 സ്ക്വയർ. ഇതിന്റെ റേറ്റ് ഒക്കെ അറിയുമ്പോൾ സ്ക്വയർ ഫീറ്റ് റേറ്റ്, ഇത് ഏത് രീതിയിലുള്ള സൈസ് എടുത്താലും സ്ക്വയർ ഫീറ്റ് റേറ്റ്. അതെ അതെ അതെ. ഇതിന്റെ ക്വാളിറ്റി ഒക്കെ എങ്ങനെ നമുക്ക് ഇതിന്റെ മനസ്സിലാക്കാൻ പറ്റുക? ഇങ്ങനെയാണ് നോക്കല്ലേ? ശരി. ഇങ്ങനെ മേടണ മെത്ത് ഒരു ഇരുമ്പ് കരിങ്കല്ലിലൊക്കെ മേടണേ, അത്രയും ടെമ്പറാണ്, സ്ട്രോങ് ആണ് അല്ലേ? ഇതിന്റെ ഇതൊക്കെ കണ്ടില്ലേ? കറക്റ്റ് ആണ് ഇതിന്റെ തിക്നെസ്.
ഇതിൻ്റെ സ്ക്വയർ കറക്റ്റ് മട്ടമറി അല്ലേ ഒക്കെ കറക്റ്റായിരിക്കും. അത് മെഷീനിൽ ചെയ്യുന്നതുകൊണ്ട് തന്നെ കറക്റ്റായിട്ട് തന്നെ കിട്ടുക അല്ലേ. അപ്പോൾ അതാ ഇതൊക്കെ പുതിയ സ്റ്റോക്കാണ്. ഇതിപ്പോൾ ഒരാഴ്ച 2 ആഴ്ച കൊണ്ട് ഉള്ളിൽ അടിച്ചു വെച്ചിട്ടാണ്. അവിടെയൊക്കെ ഉണ്ട് കേട്ടോ, നിറയെ ഉണ്ട് കേട്ടോ. അവിടെയൊക്കെ കല്ലുകൾ, അതൊക്കെ അടിക്കാനുള്ള കല്ലുകളാണ്. അതുപോലെ തന്നെ ഈ സൈഡിൽ ഇതൊക്കെ 12-7 കല്ലുകളാണ്. ഇതൊക്കെ 12-7 കല്ലുകളാണ്. ഇവിടെ ഇത് സ്പെഷ്യൽ കല്ലാണ്. ഇത് 5 ഇഞ്ച് ഹൈറ്റ് വരുന്ന കല്ലുകളാണ്. ഈ ടൈല് എന്തിനാ ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ ഏത് കട്ട കൊണ്ടുള്ള വീടാണെങ്കിലും നമ്മളിപ്പോൾ സിമെൻറ്റിൻ്റെ ബ്രിക്കോ ഇപ്പോൾ ഇറങ്ങിയ പുതിയ മഡ് ബ്രിക്കോ ഏത് ബ്രിക്ക് കൊണ്ട് വീട് കെട്ടിയ ആൾക്കാർക്കും അതൊരു ചെങ്കല്ല് ലുക്കുള്ള ഒരു നാച്ചുറൽ ലുക്കുള്ള ട്രഡീഷണൽ മോഡൽ ആക്കണം എന്നുണ്ടെങ്കിൽ ഈ ഒരു ടൈൽ ഒട്ടിച്ചാൽ മതി. ഈ ഒരു ടൈല് ഗമ്മിലാണ് ഒട്ടിക്കുക അല്ലേ? ഗമ്മിലല്ല ഒട്ടിക്കണ്ടേ? ഗമ്മിൽ ഒട്ടിച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിൽ തന്നെ വീടിൻ്റെ ലുക്ക് മാറ്റിയെടുക്കാൻ പറ്റും ചുരുങ്ങിയ ചിലവിൽ അല്ലേ. നല്ല കൂളിംഗ് ആണ്. ഇതിൻ്റെ ഒരു പ്രത്യേകത ഈ ചെങ്കല്ല് ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക്, ചെങ്കല്ലിൻ്റെ വീട് വേണമെന്ന് ആഗ്രഹമുള്ള ഒരുപാട് ആൾക്കാരുണ്ടോ, അവർക്ക് ഫുൾ കല്ല് കിട്ടാൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാരുണ്ടോ. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ ഏറ്റവും എളുപ്പമുള്ള വഴി എന്ന് പറഞ്ഞാൽ ഈ ഒരു ടൈല് വാങ്ങിക്കൊണ്ടുപോവുക, ഒട്ടിക്കുക. സുജീഷ്, അപ്പോൾ ഇതുപോലെ ബോക്സിലാണ് നമ്മൾ ഓർഡർ ചെയ്താൽ കൊറിയർ ചെയ്ത് കൊടുക്കുക ചെയ്യാം. കൊറിയർ ചെയ്യും, പിന്നെ വണ്ടിയിൽ ഓർഡറിനനുസരിച്ച് ചെയ്ത് കൊടുക്കും അല്ലേ. ഒരു ബോക്സിൽ 8 പീസ് ഓർഡറിനനുസരിച്ച് ബോക്സിലാക്കി വെച്ചാലേ. ഓക്കെ, അടിപൊളി ടൈല്. ഇതാണ് ടൈല്. ഇതുപോലത്തെ ടൈലൊക്കെ ഇത് സാധാ കല്ലുകൊണ്ട് കിട്ടുന്നതല്ല കേട്ടോ, അതിന് വേണ്ടി സ്പെഷ്യൽ ഇറക്കുന്ന കല്ലാണ്. അതാണ് ഈ ഒരു റേറ്റ് വരുന്നത്. റേറ്റ് പറഞ്ഞാൽ ഏറ്റവും കുറവ് റേറ്റ് ആണ്. സാധാരണ കല്ലുകൊണ്ട് എടുക്കുന്നതാണെങ്കിൽ ഈ ഒരു ക്വാളിറ്റി കിട്ടില്ല. സാധാ കല്ല് ഇത്ര സ്ട്രോങ് ആണ്, നല്ല സ്ട്രോങ് കല്ലുകൊണ്ട് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ പൊട്ടി പോവുകയും ചെയ്യും അല്ലേ. അപ്പോൾ ഇതൊക്കെ വേണ്ടവരൊക്കെ ഓർഡർ ചെയ്യുക. അത് നല്ല, ഇത് ശരിക്കും ഇത് അരിക്കല്ല് എന്നല്ല പറയണല്ലോ, അരിക്കല്ലാണ്. എഡ്ജൊക്കെ കറക്റ്റാണ്. അപ്പോൾ ഇത് നല്ല കളറാണ് അല്ലേ. ഇന്നിപ്പോൾ കേരളത്തിൽ കിട്ടുന്നതിൽ വെച്ചിട്ട് ഏറ്റവും നല്ല കല്ലുകൾ, ഏറ്റവും നല്ല ഇപ്പോൾ ഇവിടെ ഗ്ലാഡിംഗ് ടൈലാണ്. ഏറ്റവും നല്ല ഗ്ലാഡിംഗ് ടൈൽ ഇടനിലക്കാരില്ലാതെ കിട്ടുന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ആ ഇടനിലക്കാരില്ലാതെ നേരിട്ട് നിങ്ങളിൽ എത്തിക്കുക എന്നുള്ള ദൗത്യമാണ് ഇപ്പോൾ ഞാൻ ഏറ്റെടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ താഴെ കാണുന്ന നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആവശ്യമുള്ള ഇതുപോലുള്ള ഫിനിഷ് ചെയ്ത കല്ലായാലും, ഇനിയിപ്പോൾ സാധാരണ കല്ലായാലും അല്ലേ, സാധാരണ കല്ല് എത്തിച്ചു കൊടുക്കുക. സാധാരണ നമ്മുടെ വീട് പണിക്ക് വേണ്ടിയുള്ള കല്ലായാലും നല്ല കല്ല് കേട്ടോ, നല്ല ക്വാളിറ്റി ഉള്ള കല്ല് മാത്രം. ചിലപ്പോൾ അതിന് ചെറിയ പൈസ കൂടാൻ സാധ്യതയുണ്ട്. നല്ല ക്വാളിറ്റി ഉള്ള കല്ല്, ഇതുപോലെ ഫിനിഷ് ചെയ്ത കല്ല്, ഇതുപോലെ ഗ്ലാഡിംഗ് ടൈല്, ചെങ്കലിൻ്റെ ഏത് ഡിസൈൻ ഉൽപ്പന്നങ്ങളും നമുക്ക് ശിലശില്പമായിട്ട് ബന്ധപ്പെട്ടാൽ നിങ്ങൾക്ക് ഓർഡർ ചെയ്യാൻ പറ്റും. ഉൽപ്പന്നങ്ങൾ മാത്രമല്ല, വർക്കും നമ്മൾ ചെയ്തു കൊടുക്കും. വർക്കും ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ ഒന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ എടുത്തിട്ടുള്ളത്. അടുത്തൊരു നല്ല വീഡിയോയിൽ വീണ്ടും വരാം. അപ്പം വളരെ നന്ദി. അപ്പോൾ എന്തിൻ്റെ പേര്? പ്രകാശ് ചേട്ടനെ പരിചയപ്പെടാൻ കഴിഞ്ഞാൽ സന്തോഷം. കണ്ടിട്ടില്ല, കഴിഞ്ഞ 1-2 പ്രാവശ്യങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. പ്രകാശ് ചേട്ടനെ പരിചയപ്പെടാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ സുജീഷ പോട്ടെ. ഓക്കെ, ഇനിയിപ്പോൾ അടുത്ത ദിവസം വേറൊരു ദിവസം കാണാം. ഓക്കെ, ഈ ഒരു സ്റ്റോക്ക് ഇപ്പോൾ കല്ലിങ്ങനെ വന്നുകൊണ്ട് നിൽക്കുകയാണല്ലോ അല്ലേ. 2-3 ദിവസം കൊണ്ട് കംപ്ലീറ്റ് കയറ്റി പോകും ചെയ്യല്ലേ. ഓക്കെ, ബൈ. ഓക്കെ.